നമസ്കാരം. ഇത് കോൺഗ്രസ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ഭവന പദ്ധതിക്കായി പ്രഖ്യാപിച്ച ഏറ്റെടുത്ത സ്ഥലത്താണ്, കുന്നമ്പറ്റയിലാണ്. കഴിഞ്ഞ ആഴ്ച വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. 18 വീടുകൾക്കാണ് ആദ്യഘട്ടത്തിൽ നിർമ്മാണ അനുമതി മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ വീടുകളുടെ നിർമ്മാണത്തിനാവശ്യമായ തറയൊരുക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. 3 വീടുകളുടെ ബേസ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു വീടിൻ്റെ കല്ല് വെച്ചുള്ള തറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതിയിൽ എത്തി നിൽക്കുകയാണ്. ഏതായാലും ഇന്ന് കോൺഗ്രസിൻ്റെ വയനാട് MP-യും അതോടൊപ്പം കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധി ഇന്ന് ഈ സ്ഥലം സന്ദർശിച്ചു. കർശനമായ ഒരു നിർദ്ദേശം അവർ നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. 6 മാസത്തിനകം തന്നെ മുഴുവൻ വീടുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നൊരു കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വളരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് അവർ വിധേയമായിരുന്നു. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞ് ഏകദേശം 150 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ കോൺഗ്രസിൻ്റെ വീട് നിർമ്മാണമൊക്കെ ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് CPM അടക്കമുള്ള BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനം ഇവർ രണ്ടുപേരും ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഏതായാലും 2 വർഷം ദുരന്തം കഴിഞ്ഞ് 2 വർഷം ഈ മാസം 30-ന് തികയുകയാണ്. അപ്പോഴാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ച ആ 100 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ട 18 വീടുകളുടെ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 5.5 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു കുന്നമ്പറ്റയിൽ. ബാക്കി സ്ഥലം കൂടി ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഏതായാലും 3 വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ദുരന്തബാധിതരുടെ കൈകളിലേക്ക് ആ വീടുകൾ എത്തിക്കുമെന്ന് തന്നെയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വവും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും അറിയിക്കുന്നത്.